ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് +1 കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഓരോ ടോപ്പിക്ക് വൈസ് ആയിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായിരിക്കും ഈസി ആയിരിക്കും. നമുക്ക് ഓരോ ക്വസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് നാലാമത്തെ ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ നമുക്കൊരു 5 ടോപ്പിക്കായിട്ട് നമ്മൾ മാറ്റി. അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൽ കാണുന്നത് അയോണിക് കോവാലൻ്റ് കോർഡിനേറ്റ് ബോണ്ടിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അയോണിക് കോവാലൻ്റ് കോർഡിനേറ്റ് ബോണ്ടിങ്, അതായത് ടൈപ്സ് ഓഫ് ബോണ്ടിങ് വെച്ചാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് കാണുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർ വിൽ ഫോം മോസ്റ്റ് സ്റ്റേബിൾ അയോണിക് കോമ്പൗണ്ട്. അപ്പം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് വിൽ ഫോം മോസ്റ്റ് സ്റ്റേബിൾ അയോണിക് ബോണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏറ്റവും മോസ്റ്റ് സ്റ്റേബിളായ അയോണിക് ബോണ്ടുള്ള കോമ്പൗണ്ട് ആയത് നമുക്ക് പെയറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആദ്യം തരുന്നത് പറയുമ്പോഴത്തേക്ക് NaCl, രണ്ടാമത് MgF, തേർഡ് LiF, ഫോർത്ത് വൺ പറയുമ്പോഴത്തേക്ക് NaF. ഇങ്ങനെ 4 ഓപ്ഷനാണ് നമുക്കുള്ളത്. അപ്പം നമുക്കറിയേണ്ടത് ഈ 4 പേരിൽ ഏറ്റവും മോസ്റ്റ് സ്റ്റേബിളായ അയോണിക് കോമ്പൗണ്ട് ഏതാണ് നമുക്ക് നോക്കണം. അപ്പോഴത്തേക്ക് അയോണിക് കോമ്പൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഈ അയോണിക് കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പറയുമ്പോൾ അതിൻ്റെ ലാറ്റിസ് എനർജിയെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോഴത്തേക്ക് എന്താണ് ദ സ്റ്റെബിലിറ്റി ഓഫ് അയോണിക് ബോണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ആരായിരിക്കും? ലാറ്റിസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സോഡിയവും ലിഥിയവും നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ വാലൻസി എന്ന് പറയുമ്പോൾ എത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ, +1 ആണ്. പക്ഷേ മഗ്നീഷ്യം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ചാർജ് എത്രയാണ്? +2 ആണ്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ മഗ്നീഷ്യം എന്ന് പറയുന്നത് ഫ്ലൂറിനെ എന്ത് ചെയ്യും? സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്ത് വയ്ക്കും. കാരണം അവിടെ എത്രയാണ് ചാർജ് വരുന്നത്? +2 ചാർജാണുള്ളത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും സ്റ്റേബിളായ പെയർ ഏതായിരിക്കും? മഗ്നീഷ്യം ഫ്ലൂറൈഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ ബി ആണ് ഏതെന്ന് പറയുന്നത് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. കാരണം ഒരു കാര്യം ആലോചിച്ചാൽ മതി, അയോണിക് ബോണ്ടിൻ്റെ സ്റ്റെബിലിറ്റി ഡിപ്പെൻഡ് ഓൺ ഏതായിരിക്കും? അതിൻ്റെ ലാറ്റിസ് എനർജിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബി ആണ് വരുന്നത്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിൽ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വിൽ ഡിസോൾവ് ഇൻ വാട്ടർ മോസ്റ്റ് റെഡിലി. അപ്പോൾ നമുക്കൊരു 4 ഓപ്ഷൻ ഉണ്ട്. ആ 4 ഓപ്ഷനിൽ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ എടുക്കുന്ന ഒരാൾ എന്ത് ചെയ്യും? വാട്ടറിൽ സോല്യൂബിളായിട്ട് മാറും. അപ്പോഴത്തേക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് I2 ആണ്, സെക്കൻഡ് BaCO3, അടുത്തത് KF ഉണ്ട്, പിന്നെ പറയുമ്പോഴത്തേക്ക് PbI2. ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആകുന്നത് വാട്ടറിൽ സ്റ്റേബിൾ ആകുന്ന കോമ്പൗണ്ട് എന്ന് അറിയണം. അപ്പോൾ നമുക്കറിയാം വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? പോളാറാണ്. അങ്ങനെയെങ്കിൽ വാട്ടർ പോളാർ ആകുമ്പോഴത്തേക്ക് അതിൽ സോല്യൂബിൾ ആകുന്ന കോമ്പൗണ്ട് ഏതായിരിക്കണം? ഒരു പോളാർ ആയിരിക്കണം. അപ്പോഴത്തേക്ക് സോല്യൂബിലിറ്റി ഡിപ്പെൻഡ് ഏതായിരിക്കും? ഹൈലി അയോണിക് കോമ്പൗണ്ട് വിൽ ഡിസോൾവ് മോസ്റ്റ് റെഡിലി ഇൻ വാട്ടർ. അപ്പോഴത്തേക്ക് ഈ ഓപ്ഷനിൽ ഏറ്റവും ഹൈലി അയോണിക് കോമ്പൗണ്ട് ആയി നമ്മൾ നോക്കണം. അപ്പോഴത്തേക്ക് അവിടെ I2 ഉണ്ട്, അതല്ല ബേരിയം കാർബണേറ്റ് അല്ല, KF. അപ്പോഴത്തേക്ക് ഹയസ്റ്റ് അയോണിക് കോമ്പൗണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് വരുന്നത്? KF ആണ് വരുന്നത്. അപ്പോഴത്തേക്ക് ഇപ്പോൾ സോൾബിലിറ്റി ലൈക്ക് ഡിസോൾവ് അല്ലെങ്കിൽ ലൈക്ക് അലൈക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് KF ഏതാണ്? ഹൈലി അയോണിക് കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഹൈലി അയോണിക് കോമ്പൗണ്ടായ KF എന്ത് ചെയ്യും? മോസ്റ്റ് റെഡിലി സോല്യൂബിൾ ഇൻ വാട്ടർ. അപ്പോഴത്തേക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ സി ആണ് ഏതെന്ന് പറയുന്നത് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. അപ്പോഴത്തേക്ക് ഒരു സോല്യൂബിലിറ്റി നമ്മൾ നോക്കും. വാട്ടറിൽ സോല്യൂബിൾ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ആരെ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി? അവൻ്റെ അയോണിക് നോക്കിയാൽ മതി. അത് ഹൈ അയോണിക് ക്യാരക്ടർ ആണോ അല്ലെങ്കിൽ ലോ ആണോ നോക്കുമ്പോൾ ഹൈലി അയോണിക് കോമ്പൗണ്ട് ആകുമ്പോഴത്തേക്ക് എന്താണ്? ഈസിലി സോല്യൂബിൾ ഇൻ വാട്ടർ ആയിരിക്കും. ഓക്കെ, അടുത്ത നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വിച്ച് കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് ക്യാൻ ഫോം എ പോളാർ കോവാലൻ്റ് ബോണ്ട്. അപ്പം ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതാണ്? അയോണിക് ആയിരുന്നു. മൂന്നാമത്തെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്? വിച്ച് കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് ക്യാൻ ഫോം എ പോളാർ കോവാലൻ്റ് ബോണ്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് പെയറായിട്ട് വരുന്ന HH ഉണ്ട്, രണ്ടാമത്തെ HF ഉണ്ട്, 3 NN, നാലാമത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് സോഡിയം ഫ്ലൂറിനും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക്
ഇവിടെ ഹൈഡ്രജനും ഫ്ലൂറിനും ഉണ്ട്. അത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ലാർജ് വാല്യൂ ഓഫ് ഏതായിരിക്കും, ഡൈപോൾ മൊമെൻ്റ് ആയിരിക്കും. ഇവിടെ ഡൈപോൾ മൊമെൻ്റ് കാണുമ്പോഴത്തേക്ക് അവിടെ ഫ്ലൂറിനുണ്ട്. ഈ ഫ്ലൂറിൻ വരുമ്പോഴത്തേക്ക് എന്താണ്, ഹൈ ഇലക്ട്രോൺ നെഗറ്റീവാണ്. അപ്പോൾ ഹൈഡ്രജൻ ഫ്ലൂറിനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ആ ഫ്ലൂറിന് ഇവനെ വേഗം എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളൊരു കാര്യം അവിടെ വിട്ടു, ഏതാണ്, നമ്മൾ ജസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ആറ്റം ക്യാൻ ഫോം കോവാലൻ്റ് ബോണ്ടേ ഉള്ളൂ. പക്ഷേ അവിടെ നോക്കേണ്ടത് ഏതാണ്, പോളാർ കോവാലൻ്റ് ആണ്. അപ്പം ഒരു കോമ്പൗണ്ടാണ്, ഏത് കോവാലൻ്റ് കോമ്പൗണ്ടാണ്. പക്ഷെ നമ്മൾ അവൻ എന്തുകൊണ്ടെന്ന് കൺസിഡർ ചെയ്യണം, അവൻ്റെ പൊളാരിറ്റി നമ്മൾ നോക്കണം. അപ്പോൾ പൊളാരിറ്റി വരണമെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു പ്രസൻസ് ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് വേണം. അപ്പം ഇവിടെ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബിയിലും ഡിയിലും ആരുണ്ട്, ഒരു ഹൈ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റായ ഫ്ലൂറിനുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടെ ഫ്ലൂറിന് ആരുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്, ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ. അപ്പോൾ HF അവിടെ ഫോം ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഡൈപോൾ മൊമെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഹൈയസ്റ്റ് വാല്യൂ ആയിരിക്കും, അതായത് സോഡിയം ഫ്ലൂറൈഡിനേക്കാളും. കാരണം സ്മോൾ സൈസാണ് ഹൈഡ്രജൻ്റെയും ഫ്ലൂറിൻ്റെയും. ഇത് കാരണം ഹൈയസ്റ്റ് ഡൈപോൾ മൊമെൻറ്റ് വാല്യൂ ആർക്ക് വരാം, HFന് വരാം. ഇത് കാരണം അവിടെ എന്ത് ഫോം ചെയ്യും, അതൊരു പോളാർ കോവാലൻ്റ് കോമ്പൗണ്ടായിട്ട് മാറും. അപ്പോഴത്തേക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഈ തരുന്ന ആറ്റംസ് ഓഫ് പെയറിൽ നമുക്ക് എന്താ പറയുക, പോളാർ കോവാലൻ്റ് ബോണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ പോളാർ കോവാലൻ്റ് ബോണ്ട് ഏതായിരിക്കും നമ്മൾ എടുക്കുന്നത്, HF. അപ്പോഴത്തേക്ക് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ വരുമ്പോഴത്തേക്ക് ഏതായിരുന്നു, ഓപ്ഷൻ ബി ആണ് ഏതായിട്ട് വരുന്നത്, കറക്റ്റ് ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എമംഗ് ദി ഫോളോയിങ് വിച്ച് കോമ്പൗണ്ട് വിൽ ഷോ ഹയസ്റ്റ് ലാറ്റീസ് എനർജി ആണ്. അപ്പോൾ നമുക്ക് അറിയേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് എടുക്കുന്ന കോമ്പൗണ്ടിൽ ലാറ്റീസ് എനർജി ഹയസ്റ്റ് വരുന്ന ആർക്കെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ലാറ്റീസ് എനർജി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അയോണിക് കോമ്പൗണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യുമ്പോഴത്തേക്ക് റിലീസ് ചെയ്യുക, അബ്സോർബ് ചെയ്യുന്ന എനർജിക്ക് വിളിക്കുന്ന പേരാണ് ഏതെന്ന് തോന്നുന്നത്, ലാറ്റീസ് എനർജി. അപ്പം ഈ എടുക്കുന്ന ഓപ്ഷനിൽ ഹയസ്റ്റ് ലാറ്റീസ് എനർജി വരുന്ന ആർക്കെന്ന് നമുക്ക് നോക്കണം. അപ്പോഴത്തേക്ക് KF ഉണ്ട്, NAF ഉണ്ട്, CSF ഉണ്ട്, RBF ഉണ്ട്. ഇങ്ങനെ 4 ഓപ്ഷനുണ്ട്. അപ്പോഴത്തേക്ക് ഇതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് നോക്കി വയ്ക്കണം, നമ്മുടെ ലാറ്റീസ് എനർജി എന്ത് ചെയ്യും, ഇൻക്രീസസ് ആസ് ദി സൈസ് ഓഫ് കാറ്റോൺ എന്താണ്, ഡിക്രീസസ്. അപ്പോൾ ഒരു കാര്യം നോക്കി വെച്ചാൽ മതി, സൈസ് ഓഫ് കാറ്റോൺ കൂടുമ്പോഴത്തേക്ക് ലാറ്റീസ് എന്തായാലും എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പം സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, റുബീഡിയം ഉണ്ട്, സീഷ്യം ഉണ്ട്. അപ്പോഴത്തേക്ക് ഡൗൺ ദി ഗ്രൂപ്പ് അവിടെ എന്ത് ചെയ്യും, സൈസ് അവിടെ കൂടും. സൈസ് അവിടെ കൂടുമ്പോഴത്തേക്ക് ഏറ്റവും ഹയസ്റ്റ് സൈസ് വരുന്ന ആർക്കായിരിക്കും, സീഷ്യത്തിനായിരിക്കും. അപ്പോൾ സീഷ്യത്തിന് ഹയസ്റ്റ് സൈസ് വരുമ്പോഴത്തേക്ക് ആ സീഷ്യവും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹാലജനായ ഫ്ലൂറിന് നമ്മൾ അട്രാക്ഷൻ അവിടെ എന്തായിരിക്കും, വീക്ക് ആയിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇനി ഏറ്റവും സ്മോളസ്റ്റ് സൈസാണ് അവിടെ ആർക്കെന്ന് പറയുന്നത്, സോഡിയത്തിന്. അപ്പോൾ ആ സോഡിയം ഫ്ലൂറിനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ബോണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പൊട്ടിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കൊടുക്കുന്ന എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അപ്പം ഇവിടുത്തെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതായിരിക്കും കറക്റ്റ് ആൻസർ, NAF ആണ് നമ്മൾ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു കാര്യം ആലോചിച്ച് വയ്ക്കണം, നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ലാറ്റീസ് എനർജി എന്തുവാണ്, ഇൻക്രീസസ് ആസ് ദി സൈസ് ഓഫ് കാറ്റോൺ എന്തുവാണ്, ഡിക്രീസസ്. അപ്പം നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് ബി ആണ് ഏതെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന കറക്റ്റ് ആൻസർ. അപ്പം ഇതാണ് നമ്മൾ എടുക്കുന്ന ടോപ്പിക്കിൽ ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ കാണുന്നത്. അതിൽ മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏതായിരുന്നു, അയോണിക് കോമ്പൗണ്ട് കണ്ടായിരുന്നു. അയോണിക് കോമ്പൗണ്ട് സോലിബിലിറ്റി കണ്ടു. പിന്നെ നമ്മൾ കണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് അതിൻ്റെ ലാറ്റീസ് എനർജി. ഇതാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ കാണുന്നത്. ഇനി ടോപ്പിക് ബി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഒപ്റ്റിക് റൂളും നമ്മൾ നോക്കും. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ ബോണ്ടിങ്ങാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഒപ്റ്റിക് റൂളും നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ്, ഈ രണ്ട് കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് രണ്ടും എന്താണ് ഒക്ടേറ്റ് റൂൾ എന്നറിയാം. ഒരു ആറ്റം സ്റ്റേബിൾ ആകുമ്പോഴത്തേക്ക് ആകാൻ എത്ര ഇലക്ട്രോൺ, 8 ഇലക്ട്രോൺ വേണം എന്നുള്ളതാണ് നമ്മൾ ഒക്ടേറ്റ് റൂൾ. അതിൻ്റെ ലിമിറ്റേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ ആരാണ്, ഹൈ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത്, ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹൈഡ്രജൻ ബോണ്ട്സ് ആർ സ്ട്രോങ്ങസ്റ്റ് ഇൻ വേപ്പർ ഫേസ്. അപ്പം 4 ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഏതാണ് സ്ട്രോങ്ങസ്റ്റ് ഹൈഡ്രജൻ ബോണ്ടാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് HF ഉണ്ട്, HFും HCl ഉണ്ട്, HCl ഉണ്ട്. പിന്നെ നോക്കുമ്പോഴത്തേക്ക് HFും HI ബോണ്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിതിൽ ഏറ്റവും കൂടുതൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, സ്ട്രോങ്ങസ്റ്റ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതാണ് നമുക്ക് അവിടെ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് എന്തുവാണ്, ഹൈ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ് എന്ന് പറയുന്നത് ആരാണ്, ഫ്ലൂറിനാണ്. അപ്പം ഈ ഫ്ലൂറിൻ ആരുമായിട്ടാണ് അവിടെ കമ്പൈൻ ചെയ്തിരിക്കുന്നത്, ഹൈഡ്രജനുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക്
ഫസ്റ്റ് ഓപ്ഷനിൽ ആരാണുള്ളത്? HF. രണ്ടാമത്തെ ഓപ്ഷനിൽ ഏതാണ്? HF ഉം HCl ആണ്. തേർഡ് ഓപ്ഷനിൽ HCl MHCl. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് HF ഉം ആരാണ്? HI. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണ് അട്രാക്ഷൻ വരുമ്പോഴത്തേക്ക് ഏതായിരിക്കും? ഹൈ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ് ആയ ഫ്ലൂറിനുള്ളിടത്തായിരിക്കും. അപ്പോഴത്തേക്ക് ഹയസ്റ്റ് ബോണ്ട് വരുന്ന ഏതായിരിക്കും? HF ആണ്. അപ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഏതാണ്? A ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹൈഡ്രജൻ ബോണ്ട്സ് ആർ സ്ട്രോങ്ങസ്റ്റ് ഇൻ വേപ്പർ ഫേസ് ഉണ്ട്. അതിൽ വരുമ്പോഴത്തേക്ക് ഏതാണ്? HF ആണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അമംഗ് ദി ഫോളോയിങ് ദ ഇലക്ട്രോൺ ഡെഫിഷ്യൻ കോമ്പൗണ്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒക്ടേറ്റ് റൂൾ നമ്മൾ പഠിച്ചതാണ്. ഒക്ടേറ്റ് റൂളിൻ്റെ എന്താണ് ലിമിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്പാൻഡ് ഒക്ടേറ്റ് ഉണ്ട്, ഇൻകംപ്ലീറ്റ് ഒക്ടേറ്റ് ഓഫ് ആരാണ്? സെൻട്രൽ ആറ്റം ഉണ്ട്, പിന്നെ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇതൊക്കെയാണ് നമ്മൾ എഴുതി കണ്ടത് ഒക്ടേറ്റ് റൂളിലെ ലിമിറ്റേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ ഇതാണ്, എമംഗ് ദി ഫോളോയിങ് ദ ഇലക്ട്രോൺ ഡെഫിഷ്യൻ കോമ്പൗണ്ട്. അപ്പോൾ ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് BCl3 ഉണ്ട്, CCl4 ഉണ്ട്, PCl5 ഉണ്ട്, പിന്നെ BCl2 ഉണ്ട്. ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം CCl4 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാണ്? കറക്റ്റാണ്. അപ്പം അവിടെ എന്താണ്? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഇല്ല. പക്ഷേ PCl5 ആകുമ്പോഴത്തേക്ക് എന്താണ്? ഇലക്ട്രോൺ റിച്ച് ആണ്. BCl2 അല്ല. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ BCl3 നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് നമ്മൾ നോക്കുന്നത്? BCl3 വരുമ്പോഴത്തേക്ക് എത്ര ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണേ ഉള്ളൂ? 6 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ 6 ഇലക്ട്രോൺ ആകുമ്പോഴത്തേക്ക് ഏതാണ് അവിടെ? 8 ആയില്ല. അപ്പോഴത്തേക്ക് ഡെഫിഷ്യൻ്റ് ആണ് അവിടെ വരുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ BCl3 ആണ് ഏതെന്ന് പറയുന്നത്? ഇലക്ട്രോൺ ഡെഫിഷ്യൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് ഓപ്ഷൻ ഏത് വരും? A ആണ് നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നോക്കാം. നമുക്ക് അതിൽ റെസണൻസ് സ്ട്രക്ചർ ക്യാൻ ബി റിട്ടൺ ഫോർ. അപ്പോൾ നമുക്ക് അതിൽ എടുക്കുന്ന ഓപ്ഷനിൽ ആരുടെ ആണ് റെസണൻസ് സ്ട്രക്ചർ വരയ്ക്കേണ്ടതെന്നാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്കറിയാം എന്താണ് റെസണൻസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സിംഗിൾ സ്ട്രക്ചർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ? ഡിഫറെൻറ്റ് സ്ട്രക്ചർ വരയ്ക്കാം. അങ്ങനെ നമ്മൾ വരയ്ക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്? റെസണൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം അവിടെ റെസണൻസ് സ്ട്രക്ചർ വരയ്ക്കാൻ വരുന്ന ആർക്കായിരിക്കും? നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഈ എടുക്കുന്ന ഓസോണിന് മാത്രമേ ഏത് വരയ്ക്കാൻ പറ്റുള്ളൂ? റെസണൻസ് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും. കാരണം ബാക്കിയുള്ള 3 ഓപ്ഷൻ, അതായത് അമോണിയ ഉണ്ട്, പിന്നെ ഏതുണ്ട്? CH4 ഉണ്ട്, പിന്നെ വാട്ടർ ഉണ്ട്. അവിടെ എല്ലാം ഏതേ ഉള്ളൂ? സിംഗിൾ ബോണ്ടേ ഉള്ളൂ. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു കോമ്പൗണ്ട് ഏത് വരയ്ക്കണം? റെസണൻസ് സ്ട്രക്ചർ വരയ്ക്കണമെങ്കിൽ അവിടെ എന്ത് വേണമെന്ന് പറയുമ്പോൾ ഒരു ഡബിൾ ബോണ്ട് വേണം. ഒരു മൾട്ടിപ്പിൾ ബോണ്ടിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റുള്ളൂ? ഒരു റെസണേറ്റിംഗ് സ്ട്രക്ചർ അവിടെ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ? O3ക്ക്, അതായത് ഓസോണിന് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് റെസണൻസ് സ്ട്രക്ചർ ആർക്ക് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ? ഇവിടെ നമ്മൾ എടുക്കുന്ന ഓസോൺ. അപ്പോഴത്തേക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട്? A അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് റെസണൻസ് സ്ട്രക്ചർ നമുക്കറിയാം. അപ്പോൾ റെസണൻസ് സ്ട്രക്ചർ നമുക്കറിയാം. അതിൻ്റെ കൂടെ നമുക്ക് എന്തറിയണം? അതിൻ്റെ കണ്ടീഷൻസ് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അപ്പം ഇതാണ് നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നമ്മുടെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അവിടെ നമ്മൾ നോക്കുന്നത് വിച്ച് വൺ ഹാസ് ദ ഹയസ്റ്റ് BP ബോയിലിംഗ് പോയിൻ്റ്. അവിടെ ഏറ്റവും ഹയസ്റ്റ് ആർക്കാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഹൈഡ്രജൻ ഉണ്ട്, സെലീറിയം ഉണ്ട്, CH4 ഉണ്ട്, ഹീലിയം ഉണ്ട്. ഇങ്ങനെ 4 ആൾക്കാരാണുള്ളത്. അപ്പോഴത്തേക്ക് ഇവിടെ ഈ 4 ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം അറിയണം. ബോയിലിംഗ് പോയിൻ്റ് ഉണ്ട്. ബോയിലിംഗ് പോയിൻ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് ആർക്കനുസരിച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരായിരിക്കും? വാൻ ഡെർ വാൾ ഫോഴ്സ്. അല്ലെങ്കിൽ ഈ ബോയിലിംഗ് പോയിൻ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആരായിരിക്കും? മോളിക്കുലാർ വെയിറ്റ് ആണ്. അപ്പം നമുക്കറിയാം മോളിക്കുലാർ വെയിറ്റ് കൂടുന്നതനുസരിച്ച് അവൻ്റെ എന്ത് ചെയ്യും? ബോയിലിംഗ് പോയിൻ്റ് അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ ആരാണുള്ളത്? ഹൈഡ്രജൻ ഉണ്ട്, സെലീനിയം ഉണ്ട്, CH4 ഉണ്ട്, ഹീലിയം ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്? ഹീലിയം, നിയോൺ, അങ്ങനെ നമുക്ക് നോബൽ ഗ്യാസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ ഏതാണുള്ളത്? ഈ എടുക്കുന്ന ഹയസ്റ്റ് മോളിക്കുലർ വെയിറ്റ് വരുന്ന ആർക്കായിരിക്കും? ഇവിടെ സിനോണിനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് മോളിക്കുലർ വെയിറ്റ് അനുസരിച്ച് എന്ത് ചെയ്യും? ബോയിലിംഗ് പോയിൻ്റ് അവിടെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ബോയിലിംഗ് പോയിൻ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആരാണ്? മോളിക്കുലർ വെയിറ്റ് ആണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്? ആർക്കായിരിക്കും ഹയസ്റ്റ് ബോയിലിംഗ് പോയിൻ്റ് വരുന്നത്? സിനോൺ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരും? നമ്മൾ എടുക്കുന്നത് B ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിൽ ഹൈഡ്രജൻ ബോണ്ടിങ് കുഡ് നോട്ട് അഫക്റ്റ് ദി ബോയിലിംഗ് പോയിൻറ്റ്. അപ്പം അവിടെ നമുക്ക് നോക്കേണ്ടത് ബോയിലിംഗ് പോയിൻറ്റ് ഹൈഡ്രജൻ ബോണ്ടിങ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഹൈഡ്രജൻ ബോണ്ടിങ് കുഡ് നോട്ട് അഫക്റ്റ് ദി ബോയിലിംഗ് പോയിൻറ്റ്.
ഈ എടുക്കുന്ന 4 ഓപ്ഷൻ ഉണ്ട്. ആ 4 ഓപ്ഷനിൽ ഏതാണ് നമ്മൾ എടുക്കുന്ന ഹൈഡ്രജൻ ബോണ്ടിങ് കാരണം ബോയിലിംഗ് പോയിന്റ് എഫക്റ്റ് ചെയ്യാതെ നമുക്ക് നോക്കണം. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു കോമ്പൗണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു ഹൈ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റായ ഓക്സിജനോ ഫ്ലൂറിനോ നൈട്രജനോ ആയിട്ട് ആര് കമ്പൈൻ ചെയ്യണം, നമ്മൾ ഹൈഡ്രജൻ അവിടെ കമ്പൈൻ ചെയ്യണം. അപ്പോൾ അവിടെ എന്താവുള്ളൂ, ഹൈഡ്രജൻ ബോണ്ടിങ് അവിടെ ഫോം ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ എന്താണ്, ഹൈഡ്രജൻ ബോണ്ടിങ് കുഡ് നോട്ട് അഫക്റ്റ് ദി ബോയിലിംഗ് പോയിന്റ് ഓഫ്. അപ്പം നമുക്ക് അറിയാം എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ് നമ്മൾ പറഞ്ഞു. അപ്പം ഈ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, ഹയസ്റ്റ് അവിടെ എന്തായിരിക്കും, ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് CH3OH ഉണ്ട്, പിന്നെ ഏതാണ് HI ഉണ്ട്, പിന്നെ ഏതാണ് H2O ഉണ്ട്, പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് NH3 ഉണ്ട്. ഇതിൽ OH അവിടെ ഇപ്പം ഏതാണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, H2Oയിൽ OH ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, NH3യിലും ആയതുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞനുസരിച്ച് ഹൈഡ്രജൻ ബോണ്ടിങ് പറഞ്ഞെങ്കിൽ ഹൈഡ്രജൻ ആരുമായിട്ട് കമ്പൈൻ ചെയ്യണം, ഹൈ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ് ആയ ഓക്സിജനോ ഫ്ലൂറിനോ അല്ലെങ്കിൽ ഏതാണ് നൈട്രജനോ ആയിട്ട് കമ്പൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് HI നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് പറഞ്ഞില്ല, ഐഡിൻ അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോഴത്തേക്ക് അഫക്റ്റ് ചെയ്യാത്ത ഏതായിരിക്കും, HI ആയിരിക്കും. അപ്പം നമ്മൾ ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് B ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് അവിടെ വരുമ്പോഴത്തേക്ക്. കാരണം അവിടെ എന്തില്ല, ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ അവിടെ നമ്മൾ ആരും ഹൈ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ് അല്ല ഏതെന്ന് പറയുന്നത് ഐഡിൻ. അപ്പോഴത്തേക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് കുഡ് നോട്ട് അഫക്റ്റ് ദി ഏതായിരിക്കും, ബോയിലിംഗ് പോയിന്റ് ഓഫ് ഏതായി HI. അപ്പോൾ ഓപ്ഷൻ B ആണ് നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതും സെയിമാണ്, ഹൈഡ്രജൻ ബോണ്ടിങ് വെച്ചാണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് മാക്സിമം. ഈ 4 ഓപ്ഷനിൽ ഹൈഡ്രജൻ ബോണ്ടിങ് മാക്സിമം വരുന്ന ആർക്കെന്ന് നമുക്ക് നോക്കണം. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ C2H5OH ഉണ്ട്, അടുത്തത് CH3OCH3 ആണ്, അടുത്തത് CH3 twice C ഡബിൾ ബോണ്ടോ, അടുത്തത് ആൽഡിഹൈഡാണ്. 4 ഓപ്ഷനുണ്ട്. അപ്പോഴത്തേക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് മാക്സിമം ആർക്കാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ 4ൻ്റെയും സ്ട്രക്ചർ നമ്മൾ വരച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് C2H5OH ആൽക്കഹോൾ ആകുമ്പോഴത്തേക്ക് ബോണ്ട് ചെയ്ത് വരും OH. അപ്പോൾ അത് ഏതാണ്, ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. പക്ഷേ B ഓപ്ഷനിൽ CH3OH ആണ്, അവിടെ ബോണ്ടിങ് വരുന്നത് ഏതാണ്, COC ആണ്. അപ്പോൾ കാർബൺ ഏതല്ല, ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ് അല്ല. 3ാമത്തെ ഓപ്ഷനിലും ബോണ്ടിങ് വരുന്ന ഏതാണ്, C ഡബിൾ ബോണ്ട് O, അതും ഏതല്ല, ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ് അല്ല. D ഓപ്ഷൻ ആകുമ്പോഴത്തേക്ക് സെയിം ആണ് നോക്കുന്നത്, CH3 C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് H. അപ്പം അവിടെയും ഓക്സിജൻ ആരുമായിട്ടാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്, കാർബണുമായിട്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഓപ്ഷനിൽ ആൽക്കഹോളിൽ മാത്രമേ ഏതുള്ളൂ, ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളൂ. അപ്പം ഹൈഡ്രജൻ ബോണ്ടിങ് എപ്പോഴാണ് പോസിബിൾ ഉള്ളൂ, കമ്പൈൻ വിത്ത് ഹൈ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ് ആരുമായിട്ട്, ഓക്സിജനോ ഫ്ലൂറിനോ നൈട്രജനോ ആയിട്ട്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഏതാണ്, എത്തനോളിലാണ് ഏത് വരുന്നത്, ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് അവിടെ വരുന്നത്. അപ്പോഴത്തേക്ക് മാക്സിമം വരുന്ന ഏതായിരിക്കും, A ആണ് കറക്റ്റ് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്ത ടോപ്പിക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ടോപ്പിക്ക് C നമ്മൾ നോക്കുമ്പോൾ അതിൽ കാണുന്നത് ഡൈപോൾ മൊമെൻറ്റും പൊളാരിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോഴത്തേക്ക് ഡൈപോൾ മൊമെൻറ്റ് നമുക്കറിയാം, പൊളാരിറ്റി അറിയാം. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏതെന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻറ്റും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് പൊളാരിറ്റി ആയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിൽ അപ്പം നമുക്ക് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, എന്താണ് ഏതെന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻറ്റിൻ്റെയും പൊളാരിറ്റിയുടെയും കേസ് വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ്, ഒരു പൊളാരിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് ഡൈപോൾ മൊമെൻ്റ് എന്ന് നമുക്കറിയാം. എന്താണ് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് mu = Q × D ആണ് നമ്മൾ പഠിച്ച ഏതെന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം അതിന് നമുക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് D/E ആണ് ഏതെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഡൈപോൾ മൊമെൻ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഇതാണ് ഡൈപോൾ മൊമെൻറ്റും ഏതെന്ന് പറയുന്നത് പൊളാരിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് നോക്കാം, ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഏതാണ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഈസ് കോൾഡ് ഏതാണ്, ഡൈപോൾ മൊമെൻറ്റ്. നമ്മൾ ഡൈപോൾ മൊമെൻറ്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് mu എന്തുവാണ്, Q × D ആണ്. ചാർജ് ഇൻറ്റു ഏതാണ്, ഡിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആരെന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻറ്റ്. ആ ഡൈപോൾ മൊമെൻറ്റ് അനുസരിച്ച് നമുക്കറിയാം എന്ത് പൊളാരിറ്റി വരും. ഈ ഡൈപോൾ മൊമെൻറ്റ് യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് D/1D എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ഡൈപോൾ മൊമെൻറ്റ്. ഈ എടുക്കുന്ന ഓപ്ഷനിൽ ഡൈപോൾ മൊമെൻറ്റ് ഉള്ളത് ഏതെന്ന് അറിയണം. അപ്പം ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്, CO2 ഉണ്ട്,
പാരാ ഡൈക്ലോറോ ബെൻസീൻ ഉണ്ട്, പിന്നെ ഏതാണ് NH3 ഉണ്ട്, പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് CH4 ഉണ്ട്. ഇതാണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് എപ്പോഴും അറിയണം, ഒരു ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ ഒരു സിമെട്രിക് മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അവൻ്റെ ഡൈപോൾ മൊമെൻറ്റ് എപ്പോഴും എത്ര ആയിരിക്കും എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. അപ്പം ഈ ഒരു കാര്യം ഓർമ്മിക്കണം, ഡൈപോൾ മൊമെൻറ്റ് ഓഫ് സിമെട്രിക് മോളിക്യൂൾ എപ്പോഴും എന്തായിരിക്കും 0. അപ്പോൾ CO2ൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ നമുക്കറിയാം അത് ഏതാണ് വരുന്നത്, സിമെട്രിയാണ്. കാരണം കാർബൺ ഈക്വലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ട് ഓക്സിജൻ ഒരേ സൈഡിലോട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് അട്രാക്ട് ചെയ്യുന്നത്. പാരാ ഡൈക്ലോറോ ബെൻസീൻ സ്ട്രക്ചർ വരയ്ക്കുമ്പോഴത്തേക്കും ഫസ്റ്റിലും ഫോർത്ത് പൊസിഷൻ ആര് വരും, ക്ലോറിൻ. അപ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും, സിമെട്രിക്കലായിട്ട് മാറി. CH4 ആകുമ്പോഴത്തേക്കും ഏത് വരും, സിമെട്രിക്. അപ്പം NH3 വരുമ്പോഴത്തേക്ക് എന്ത്, സിമെട്രിക് ഷേപ്പ് അല്ല, ഏർക്ക് അമോണിയയ്ക്ക്. അപ്പം ഈ അമോണിയയ്ക്ക് അതിൻ്റെ കൂടെ ആര് കൂടെ ഉണ്ട്, ഒരു ലോൺ പെയർ ഇലക്ട്രോൺ കൂടെ ഉണ്ട്. അപ്പം ഈ അമോണിയയുടെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്തുണ്ട്, ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് സ്ട്രക്ചർ എന്തായിരിക്കും, ഡിസ്ട്രോട്ടഡ് സ്ട്രക്ചർ ആയിരിക്കും. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഡൈപോൾ മൊമെൻറ്റ് അവിടെ വരുന്ന ആർക്കേ മാത്രമേ കാണത്തുള്ളൂ, NH3 അമോണിയയ്ക്ക് മാത്രമേ കാണുള്ളൂ. അപ്പം നമ്മൾ ഈ 11ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഓപ്ഷൻ C ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഓർമ്മിക്കണം, നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കോമ്പൗണ്ട് എന്തുവാണ്, ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ആര് ഡിപ്പെൻഡ് ചെയ്യും, അവൻ്റെ സിമെട്രിയാണ് നമ്മൾ നോക്കും. ഇപ്പോൾ മോളിക്യൂൾ എന്തുവാണ്, സിമെട്രിക് ആണെങ്കിൽ ഡൈപോൾ മൊമെൻറ്റ് എന്തുമായിരിക്കും, അവൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് വുഡ് ഹാവ് എ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്. അപ്പം എടുക്കുന്ന കോമ്പൗണ്ടിൽ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉള്ളത് ഏതെന്ന് നമുക്ക് നോക്കണം. അപ്പം ഇതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് SiF4 ഉണ്ട്, SF4 ഉണ്ട്, XeF4 ഉണ്ട്, BF3 ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ് ഒരു സിമെട്രിക് മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആ സിമെട്രിക് മോളിക്യൂൾ ഡൈപോൾ മൊമെൻറ്റ് എന്തുമായിരിക്കും, 0 ആയിരിക്കും. അപ്പം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സ്ട്രക്ചർ SF4ൻ്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഈ SF സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ എന്തുകൂടെ വരുന്നുണ്ട്, ഒരു ലോൺ പെയർ ഇലക്ട്രോൺ വരുന്നുണ്ട്. ഈ ലോൺ പെയർ ഇലക്ട്രോൺ വരുമ്പോഴത്തേക്ക് അവൻ്റെ ഡൈപോൾ മൊമെൻറ്റ് എന്താകത്തില്ല, ഒരിക്കലും 0 ആകത്തില്ല. അപ്പോഴത്തേക്ക് അവിടെ എന്താണ്, ഒരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. അതേസമയം ബാക്കിയുള്ള മോളിക്യൂൾസ് എല്ലാം നമ്മൾ വരച്ച് നോക്കുമ്പോഴത്തേക്ക് അത് ഏത് ഷേപ്പായിട്ടാണ് വരുന്നത്, സിമെട്രിക് ആണ് വരുന്നത്. അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഡൈപോൾ മൊമെൻറ്റ് എന്തുമായിരിക്കും, 0 ആയിരിക്കും. അപ്പം ഈ എടുക്കുന്ന ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്, SF4 നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ലോൺ പെയർ ഇലക്ട്രോൺ അവിടെ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഡൈപോൾ മൊമെൻറ്റ് എന്തുവാണ്, നോട്ട് ഈക്വൽ ടു ആരായിരിക്കും, 0. അപ്പോൾ അവൻ എന്തുണ്ടായിരിക്കും, ഒരു പെർമനൻറ്റ് ഡൈപോൾ ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ 12ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ്, ഓപ്ഷൻ B ആണ് ഏതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പം എന്താണെന്ന് ഒക്കെ പറഞ്ഞ കാര്യം മറന്നു പോയത്, നമ്മൾ എന്താണ് ഡൈപോൾ മൊമെൻറ്റ് പറഞ്ഞു, അപ്പോൾ സിമെട്രിക് കോമ്പൗണ്ട് കേസ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ മോളിക്യൂൾസ് വിച്ച് ഹാസ് 0 ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ഇവിടെ 0 ഡൈപോൾ മൊമെൻറ്റ് ആർക്കാണ് വരുന്നതെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, നമ്മൾ 0 ഡൈപോൾ മൊമെൻറ്റ് നോക്കുമ്പോഴത്തേക്ക് ഇതിൽ CH3Cl ഉണ്ട്, NF3 ഉണ്ട്, BF3 ഉണ്ട്, ClO2 ഉണ്ട്. ഈ നമ്മൾ 4 ഓപ്ഷൻ്റെ നമുക്ക് എന്ത് ചെയ്യണം, സ്ട്രക്ചർ വരച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ആർക്കാണ് ഏതെന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റ് 0 ആയിട്ട് വരുന്നത്. തൊട്ട് മുകളിലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്, ഏതാണ്, അതിൽ SiF4 ഉണ്ടായിരുന്നു, SF4 ഉണ്ടായിരുന്നു, XeF4 ഉണ്ടായിരുന്നു, BF3 ഉണ്ടായിരുന്നു. അതിൽ കറക്റ്റ് വന്ന ആൻസർ ഏതായിരുന്നു, SF4. ബാക്കിയുള്ളവരെല്ലാം ഏതായിരുന്നു, സിമെട്രിക് ആയിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ആരുണ്ട്, BF3. അപ്പോൾ BF3യുടെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്, ഇവിടെ സിമെട്രിക് സ്ട്രക്ചർ വരും. അപ്പം സിമെട്രിക് സ്ട്രക്ചർ വരുമ്പോഴത്തേക്ക് അവൻ ഡൈപോൾ മൊമെൻറ്റ് ഏതായിട്ട് വരും, 0 ആയിട്ട് വരും. അപ്പം നമ്മൾ ഈ 13ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ഓപ്ഷൻ C ആണ് നമ്മൾ കറക്റ്റ് വരുന്നത്. ഇതാണ് അടുത്തത്. ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യനിൽ പോളറൈസബിലിറ്റി ഓഫ് ഹാലൈഡ് അയോൺ ഇൻക്രീസസ് ഇൻ ഓർഡർ. അപ്പോൾ ഇവിടെ ഹാൽജൻസ് തന്നിട്ടുണ്ട്, അവരിൽ നമുക്ക് എന്താണ് അവൻ്റെ പോളറൈസബിലിറ്റി ഓഫ് ഏതാണ്, ഹാലൈഡ് അയോൺസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോഴത്തേക്ക് ഒരു കാര്യം നമ്മൾ നോക്കി വയ്ക്കണം, ഇവിടെ എല്ലാം ഏതാണ്, ആനയോൺസ് ആണ്. അപ്പോഴത്തേക്ക് ആനയോൺസ് ആവ് സെയിം ചാർജ് ആണ്. ഈ ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എല്ലാം ഒരു ഹാലജൻ ആണ്. അപ്പോൾ അവന്മാരുടെ എല്ലാം ചാർജ് അവിടെ എന്താണ്, സെയിം ആണ്. അപ്പം ആനയോൺസ് ഹാവ് സെയിം ചാർജ്. As the size of anion increases, polarizability of anion also increases. അപ്പോൾ ഈ ഒരു കാര്യം ആലോചിച്ച് വയ്ക്കണം, എന്താണ്, ഒരു ആനയോൺസ് ഹാവിങ് ദ സെയിം ചാർജ്. As the size of anion increases, polarizability of the anion also എന്തായിരിക്കും, increases. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഹയസ്റ്റ് പോളറൈസബിലിറ്റി വരുന്നത് ഏതായിരിക്കും, ഫ്ലൂറിനായിരിക്കുമോ, ക്ലോറിനായിരിക്കും, ബ്രോമിനായിരിക്കുമോ, അയഡിനായിരിക്കും. അപ്പം ഏതാണ് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താണ്, പോളറൈസബിലിറ്റി ഓഫ് ഹാലൈഡ് അയോൺ
ഇൻക്രീസസ് ഇൻ ദി ഓർഡർ. അപ്പോൾ ഹയസ്റ്റ് വരേണ്ടത് ആർക്കായിരിക്കും? അയഡിനായിരിക്കും. ഏറ്റവും കുറവ് വരുന്ന ആർക്കായിരിക്കും? ഫ്ലൂറിനായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആദ്യം ഏത് വരും? ഫ്ലൂറിൻ, പിന്നെ Cl, പിന്നെ ബ്രോമിൻ, പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? അയഡിൻ. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇൻക്രീസ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഏതാണ്? F മൈനസ് Cl മൈനസ് Br മൈനസ് I മൈനസ്. അപ്പോഴത്തേക്ക് ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ പോളറൈസബിലിറ്റി ഓഫ് ഹാലൈഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്തുവാണ്? The size of anion increases, polarizability of anion also ഏതായിരിക്കും? increases. ഇതാണ് നമ്മൾ എഴുതുന്ന സെക്ഷൻ സിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ നോക്കുന്നത് എന്താണ്? പോളാരിറ്റി കണ്ടു, പിന്നെ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ യൂണിറ്റും പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത ടോപ്പിക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 2 തിയറി നമ്മൾ അവിടെ നോക്കും. ഏതൊക്കെയാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക്? VBT ഉണ്ട്, പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്? MOT ഉണ്ട്. അപ്പോൾ VBT നമുക്കറിയാം. എന്താണ് VBT എന്ന് പറയുമ്പോഴത്തേക്ക്? വാലൻസ് ബോണ്ട് തിയറി. MOT എന്ന് പറയുമ്പോഴത്തേക്ക് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഈ രണ്ടിൻ്റെയാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിയാമോ? ദ ബോണ്ട് ഓർഡർ ഇൻ N2+ ഈസ്. അപ്പോൾ ഒരു N2+ അയോൺ ഉണ്ട്, അതിൻ്റെ ബോണ്ട് ഓർഡർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ എന്തറിയണം? ഇക്വേഷൻ അറിയണം. ഇക്വേഷൻ നമുക്കറിയാം. ബോണ്ട് ഓർഡർ ഇസിക്കൽ എന്താണ്? ½ ഇൻറ്റു NB മൈനസ് ഏതാണ്? NA. NB എന്ന് പറയുമ്പോഴത്തേക്ക് ബോണ്ടിങ് ഓർബിറ്റലും ഉണ്ടാവും, A എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റലും ഉണ്ട്. അതിൻ്റെയാണ് നമുക്ക് വേണ്ടത്. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എന്ത് ചെയ്യണം? എഴുതി നോക്കണം. ആരുടെ? N2+ൻ്റെതാണ്. അപ്പം N2+ ആകുമ്പോഴത്തേക്ക് നൈട്രജൻ അറ്റോമിക് നമ്പർ എത്രയാണ്? 7 ആണ്. 2 നൈട്രജൻ ഉള്ളപ്പോഴത്തേക്ക് എന്ത് വരും? 14. പക്ഷേ N2+ കൂടെ ഉള്ളത് കൊണ്ട് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്ത് പോയി. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ? N2+ന് 13. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് 13 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി നമുക്കതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതി നോക്കാം. അപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും: σ1s2, പിന്നെ σ*1s2, പിന്നെ σ2s2, പിന്നെ വരുന്ന ഏതാണ്? σ*2s2, പിന്നെ π2px2ഉം പിന്നെ π2py2. അപ്പം ഈ അതിനുശേഷം വരുന്ന എത്രയായപ്പം ഇപ്പം തന്നെ 12 ഇലക്ട്രോൺ. ഇനി ലാസ്റ്റ് വരുമ്പോൾ ഏതാണ്? σ2pz1. അപ്പം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴത്തേക്ക് σ1s2, പിന്നെ σ*1s2, σ2s2, σ*2s2, π2px2, π2py2, പിന്നെ വരുമ്പോഴത്തേക്ക് σ2pz1. ഇതാണ് എൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ബോണ്ട് ഓർഡർ എഴുതുമ്പോൾ ഇക്വേഷൻ എന്താണ്? ബോണ്ട് ഓർഡർ = NB - NA/2. ഇതിൽ ബോണ്ടിങ് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 9. ആൻറ്റി ബോണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയേ ഉള്ളൂ? 4 പേര്. അപ്പോഴത്തേക്ക് നമുക്ക് എഴുതി നോക്കുമ്പോഴത്തേക്ക് എന്തിനും ബോണ്ട് ഓർഡർ = 9 - 4/2 എത്ര വരുന്നു? 2.5. അപ്പം നമ്മൾ നോക്കുമ്പോൾ 2.5 എന്നുള്ള ഓപ്ഷൻ വരുന്നത് ഏതാണ്? C ആണ്. അപ്പം ദ ബോണ്ട് ഓർഡർ ഇൻ N2+ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2.5. ഓപ്ഷൻ ഏതാണ്? C ആണ് നമ്മൾ ഏതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യനിൽ ഹൗ മെനി സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ് ആർ പ്രസൻറ്റ് ഇൻ ടൊളുവീൻ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഒരു ടൊളുവീൻ്റെ സ്ട്രക്ചർ നമുക്ക് എന്ത് ചെയ്യണം? വരയ്ക്കണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യും? കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ടൊളുവീൻ്റെ സ്ട്രക്ചർ നമുക്ക് വരച്ച് നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് കിട്ടും. എന്താണ്? സിഗ്മ ബോണ്ടും ഉണ്ട്, പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് പൈ ബോണ്ടും ഉണ്ടെന്ന്. അപ്പോഴത്തേക്ക് നമുക്കറിയാം സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ആര് വരും? CH3 ഗ്രൂപ്പ് വരുന്നതാണ് ആര്? ടൊളുവീൻ. അപ്പോൾ സ്ട്രക്ചർ വരുമ്പോഴത്തേക്ക് ബെൻസീൻ റിങ്ങിൻ്റെ കൂടെ ആരുണ്ട്? CH3 ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എത്ര സിഗ്മ ഇലക്ട്രോൺസ് ആണ് അവിടെ ഉള്ളത്? 15 സിഗ്മ ഇലക്ട്രോൺസും പിന്നെ എത്ര പൈ ഇലക്ട്രോണേ ഉള്ളൂ? 3 പൈ ഇലക്ട്രോണേ ഉള്ളൂ. ആ ബെൻസീൻ റിങ്ങിനകത്തുള്ള എത്രയേ ഉള്ളൂ? പൈ ഇലക്ട്രോണേ എന്തേ ഉള്ളൂ? ആകെ ഉള്ളൂ. അപ്പം പൈ ഇലക്ട്രോൺ എത്രയേ ഉള്ളൂ? 3. അപ്പം നമ്മൾ നോക്കിയപ്പോൾ എത്ര സിഗ്മ ഇലക്ട്രോൺ കിട്ടി? 15 സിഗ്മ ഇലക്ട്രോണും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് 3 പൈ ഇലക്ട്രോൺ. അപ്പോഴത്തേക്ക് നമ്മുടെ ടൊളുവീൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് എത്രയാണ്? 15ഉം പൈ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് 3 ആണ്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്? ഓപ്ഷൻ C ആണ് നമ്മൾ ഏതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ഇതുപോലെ നമ്പർ ഓഫ് സിഗ്മ ഇലക്ട്രോൺസും പൈ ഇലക്ട്രോൺ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്? അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് അവിടെ വരച്ച് നോക്കുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പം 16ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുമ്പോഴത്തേക്കാണ് ഓപ്ഷൻ C ആണ് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് 17ാമത്തെ ക്വസ്റ്റ്യനിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾ ഈസ് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ ആണ് വേണ്ടത്. അപ്പം നമുക്ക് എന്താണ്? MOTയിൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? മാൻറ്റിബിയർ ഡയയാണോ പാരയാണോ? അപ്പം ഇവിടെ 4 ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനിൽ നമ്മൾ ഏത് മോളിക്യൂളാണ് പാരാമാഗ്നറ്റിക് ബിഹേവിയർ എന്ന് അറിയണം. അപ്പം ഇവിടെ നമുക്ക്
എല്ലാത്തിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എഴുതി നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ ഓക്സിജൻ എഴുതി നോക്കുകയാണ്. അപ്പോൾ ഓക്സിജൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, O2 ആകുമ്പോഴത്തേക്ക് 16 ഇലക്ട്രോൺ വരും. അപ്പോൾ 16 ഇലക്ട്രോൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴത്തേക്ക് എന്താണ്, O2 = σ1s2, പിന്നെ ഇത് വരും σ*1s2, പിന്നെ വരുന്ന ഏതാണ് σ2s2, പിന്നെ ആര് വരും σ*2s2, പിന്നെ σ2pz2, പിന്നെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് π2px2 = π2py2. ഇവിടെ എന്താണ് π2px2ൻ്റെ എനർജിയും π2py2ൻ്റെ എനർജി എന്താണ് ഈക്വലാണ്. ഇനി അതിനുശേഷമാണ് നമ്മുടെ ആര് വരുന്നത്, π*2px1ഉം പിന്നെ പറയുമ്പോഴത്തേക്ക് π*2py1ഉം. ഇവിടെ നമ്മൾ നോക്കും ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി നോക്കിയപ്പോഴത്തേക്ക് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എവിടെ വരുന്നുണ്ട്, നമ്മുടെ π*2px1ലും വരുന്നുണ്ട്, π*2py1ലും വരുന്നുണ്ട് ലോൺ പെയർ ഇലക്ട്രോൺ. അപ്പോൾ ഒരു മോളിക്യൂൾ എന്താണ് ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും, പാരാമാഗ്നറ്റിക് ആണ്. അപ്പം മോളിക്യൂൾസിൽ എന്താണ് ലോൺ പെയർ ഇലക്ട്രോൺ ഇല്ല, എല്ലാം കംപ്ലീറ്റ് പെയർ ആണ്, അത് ഏതായിരിക്കും, ഡൈ ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ ഏതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾ ഏതാണ് പാരാമാഗ്നറ്റിക് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മുടെ ഓപ്ഷനിൽ വരുമ്പോഴത്തേക്ക് ഏതാണ്, ഓപ്ഷൻ സി ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോഴത്തേക്ക് പാരാമാഗ്നറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് പാരാമാഗ്നറ്റിക് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഏതാണ് ലോൺ പെയർ ഇലക്ട്രോൺ. ഇനി നമുക്ക് നമ്മുടെ 18ാമത്തെ ക്വസ്റ്റൻ നമുക്ക് നോക്കാം. ഇൻ ദ ചാർജ് ഓഫ് NO+2 NO ചാർജ് അല്ല ചേഞ്ച് ആണ്. അപ്പോഴത്തേക്ക് ഇൻ ദി ചേഞ്ച് ഓഫ് NO+2 NO ദ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു. അപ്പോൾ നമ്മളൊരു NO+ നമ്മൾ എങ്ങോട്ട് മാറ്റുകയാണ്, NOയിലോട്ട് മാറ്റുകയാണ്. അപ്പോഴത്തേക്ക് NO+ എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ പോയി, ആ NO+ ആരായിട്ട് വീണ്ടും മാറണം, NO ആയിട്ട് മാറുമ്പോഴത്തേക്ക് ആ കൊടുത്ത ഇലക്ട്രോൺ എന്ത് ചെയ്യും, തിരിച്ച് കിട്ടുകയാണ്. ആ തിരിച്ച് കിട്ടുന്നത് ഏത് ഓർബിറ്റിൽ വരുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, സിഗ്മയിലാണോ പൈയിലാണോ അതോ സിഗ്മ*ലാണോ അതോ π*ലാണോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതി നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് NO+ൻ്റെയും NOയുടെ എന്ത് ചെയ്യണം, മോളിക്കുലർ ഓർബിറ്റിൽ നമ്മൾ അവിടെ റെപ്രസെൻറ്റേഷൻ നമ്മൾ എഴുതി നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം NO+ൻ്റെ നമുക്ക് നോക്കാം. NO+നെ നമുക്ക് എഴുതുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, σ1s2, പിന്നെ ഏതാണ് σ*1s2, σ2s2, σ*2s2, σ2pz2, പിന്നെ വരുന്ന ഏതാണ് σ2px2, പിന്നെ π2py2. ഇപ്പം ഇവിടെ എല്ലാം പെയറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് എവിടെയാണ്, π2px2 പിന്നെ π2py2 വന്ന് നിൽക്കുകയാണ്, ഇലക്ട്രോൺ പോയി. ഇനി നമുക്ക് എന്തിൻ്റെ എഴുതി നോക്കണം, NOയുടെ നമുക്ക് എഴുതി നോക്കണം. അപ്പം NOയുടെ എഴുതി നമ്മൾ നോക്കുമ്പോൾ എന്താണ്, NO+ ആകുമ്പോൾ ഒരു ഇലക്ട്രോൺ പോയി, അടുത്ത് NOയുടെ ആകുമ്പോൾ പോയ ഇലക്ട്രോൺ എന്താണ് തിരിച്ച് കിട്ടുകയാണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതി നോക്കാം NOയുടേത്. അപ്പോൾ σ1s2, σ*1s2, σ2s2, σ*2s2, σ2pz2, π2px2 = ആരെയും π2py2. ഇനി എക്സസ് ഇലക്ട്രോൺ തിരിച്ച് കിട്ടുകയാണ്, കൊടുത്ത ഇലക്ട്രോൺ തിരിച്ച് കിട്ടുമ്പോൾ അത് എവിടെ വരും, π*2px1ൽ വന്നു. അപ്പോൾ ഇലക്ട്രോൺ എവിടെയാണ് വന്നത്, π*. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതൊക്കെയാണ്, സിഗ്മ ഉണ്ട്, പൈ ഉണ്ട്, σ* ഉണ്ട്, പിന്നെ പറയുമ്പോഴത്തേക്ക് π* ഉണ്ട്. അപ്പോഴത്തേക്ക് NO+ എന്ന് പറയുന്ന മോളിക്യൂള് ആരായിട്ട് മാറി, NO ആയിട്ട് മാറുമ്പോഴത്തേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത് ഏത് ഓർബിറ്റിലായിരിക്കും, നമ്മൾ കൺസിഡർ ചെയ്യുന്ന π*ലായിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഏത് വന്നു, D ആണ് നമ്മുടെ ഏത് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റൻ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, ആ എടുക്കുന്ന മോളിക്യൂളിൻ്റെ എല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എന്ത് ചെയ്യണം, തെറ്റാണ്ട് എഴുതി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് അവിടെ ആൻസർ കിട്ടും. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് നോക്കാം. അതിൽ നമ്മൾ നോക്കുന്നത് VSEPR തിയറിയും അതിൻ്റെ ഹൈബ്രിഡൈസേഷനുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം VSEPR തിയറി എന്ന് പറയുന്നത് വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറിയാണ്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻ്റർമിക്സിങ് ഓഫ് ആരായിരിക്കും, അറ്റോമിക് ഓർബിറ്റിലാണ് നമ്മൾ എടുക്കുന്ന ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നമ്മൾ ഫസ്റ്റ് നമുക്ക് നോക്കാം ദ ആംഗിൾ ബിറ്റ്വീൻ ഓവർലാപ്പിംഗ് ഓഫ് 1s ഓർബിറ്റൽ ആൻഡ് 1p ഓർബിറ്റൽ. അപ്പം ക്വസ്റ്റ്യൻ കറക്റ്റ് ഈസിയാണ്. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഓവർലാപ്പിംഗ് ഓഫ് എന്താണ് 1s ഓർബിറ്റൽ ആൻഡ് 1p ഓർബിറ്റൽ. അപ്പോൾ ഓപ്ഷൻ നമുക്ക് നോക്കുമ്പോൾ ഏതൊക്കെയാണ്, 180 ഉണ്ട്, 120 ഉണ്ട്, 109 ഉണ്ട്, പിന്നെ 120 ഡിഗ്രി 60 മിനിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ നമുക്ക് സിമ്പിളായിട്ട് വരച്ച് നോക്കുമ്പോൾ ഒരു S ഉണ്ട്, അത് ആരുമായിട്ടാണ് കമ്പൈൻ ചെയ്യുമ്പോൾ P ആയിട്ട് കമ്പൈൻ ചെയ്യും.
അപ്പം ആ ഓവർലാപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാണ്, ലീനിയർ ആണ് അല്ലേ. അപ്പോൾ ആ സ്ട്രക്ചർ വരയ്ക്കുന്നത് അറിയാം, സിഗ്മ വണ്ണസിൻ്റെ സ്പെറിക്കലും മറ്റേ ഡമ്പലും ആക്സിൽ ഓവർലാപ്പിംഗ് വരും. അപ്പോഴത്തേക്ക് ഒരേ ആക്സിസിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഓവർലാപ്പ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ബോണ്ട് ആംഗിൾ എത്ര വരും, 180 ഡിഗ്രി വരും. അപ്പോൾ ആൻസർ നമുക്ക് നോക്കാം, ദ ഓവർലാപ്പ് ബിറ്റ്വീൻ എസ് ആൻഡ് പി ഓർബിറ്റൽ ഒക്കെ ഏതായിരിക്കും, എലോങ് ഇൻ്റർന്യൂക്ലിയർ ആക്സിസിലാണ്. അപ്പം ഈ ഒരു എന്താണ് ഇൻ്റർന്യൂക്ലിയർ ആക്സിസിലായത് കാരണം അവരുടെ ബോണ്ട് ആംഗിൾ എത്ര വരും, 180 ഡിഗ്രി അവിടെ വരും. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഏത് വന്നു, എ ആണ് നമുക്ക് കറക്റ്റായിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 20ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദി ഷോർട്ടസ്റ്റ് CC ബോണ്ട് ലെങ്ത്. അപ്പം ആ തരുന്ന 4 ഓപ്ഷനിൽ CC ബോണ്ട് ലെങ്ത് ഏതാണ് ഷോർട്ടസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴത്തേക്ക് ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുമ്പോൾ ബെൻസീനുണ്ട്, ഈഥീനുണ്ട്, ഈതൈനുണ്ട്, ഈഥേനുണ്ട്. അപ്പം സിംഗിൾ ബോണ്ടുള്ള മോളിക്യൂൾസ് ഉണ്ട്, ഡബിൾ ബോണ്ടുള്ള മോളിക്യൂൾ ഉണ്ട്, ട്രിപ്പിൾ ബോണ്ടുള്ള മോളിക്യൂൾ ഉണ്ട്. അപ്പം ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം. അപ്പം ഇവിടെ ഒരു കാര്യം അറിയണം, ദ ബോണ്ട് ലെങ്ത് ഡിക്രീസസ് ദി ഓർഡർ. നമ്മൾ നോക്കുമ്പോൾ sp3 ഹൈബ്രിഡൈസേഷൻ വരുമ്പോൾ അവൻ്റെ ബോണ്ട് ലെങ്ത് എന്തായിരിക്കും, അവിടെ ഹൈ ആയിരിക്കും. അതേസമയം SP എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ S ക്യാരക്ടർ എന്താണ് 50%, P ക്യാരക്ടറും 50%ലാണ് SPയിൽ. അപ്പം അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുമായിരിക്കും, അവിടെ ഹൈ ആയിരിക്കും വരുന്നത്. കാരണം 50-50 ആണ്, സ്ട്രോങ് അട്രാക്ഷനാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ആൽക്കെയിൻ ആകുമ്പോഴത്തേക്ക് ഹൈബ്രിഡൈസേഷൻ ഏതാണ്, sp3. ആൽക്കീൻ ആകുമ്പോഴത്തേക്ക് sp2. ആൽക്കൈൻ ആകുമ്പോഴത്തേക്ക് ഏതാണ്, sp ഹൈബ്രിഡൈസേഷൻ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദി ഷോർട്ടസ്റ്റ് CC ബോണ്ട് ലെങ്ത്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഏതിനാണോ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് ആ ട്രിപ്പിൾ ബോണ്ടുള്ള മോളിക്യൂൾ ആയിരിക്കും ഏറ്റവും ഏതെന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ്. അപ്പോൾ ഏതൊക്കെ വരുന്നത്, ഏതായിരിക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ സി ആണ്, ഈതൈൻ മോളിക്യൂൾ ആയിരിക്കും ഏത് പറയുന്നത് ഷോർട്ടസ്റ്റ് CC ബോണ്ട് ലെങ്ത് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് ഏതെന്ന് പറയുന്നത് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ബോണ്ട് ആംഗിൾ ഈസ് മാക്സിമം. അപ്പം ബോണ്ട് ആംഗിൾ മാക്സിമം ഉള്ള ആർക്കെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ നമുക്ക് എഴുതി നോക്കാം, അമോണിയ ഉണ്ട്, SF6 ഉണ്ട്, NH4+ ഉണ്ട്, PCl3 ഉണ്ട്. ഇതിൽ നമ്മൾ NH3 ഹൈബ്രിഡൈസേഷനൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റ് ബോണ്ട് ആംഗിൾ ഇവിടെ കിട്ടും. അപ്പോൾ NH3യുടെ ബോണ്ട് ആംഗിൾ എത്രയാണ്, 107 ആണ്. SF6 എന്തുവാണ് നമ്മൾ പഠിച്ചുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ പഠിച്ചുകൊണ്ട്, അപ്പോൾ ബോണ്ട് ആംഗിൾ എത്ര വരും, 90 ഡിഗ്രി വരും. ഇനി NH4+ ഉണ്ട്, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുന്ന നമുക്ക് കിട്ടുന്ന ബോണ്ട് ആംഗിൾ എന്ന് പറയുമ്പോൾ എത്രയാണ്, 109.5 ആണ്. PCl3 നമ്മൾ ഹൈബ്രിഡൈസേഷൻ നമ്മൾ നോക്കുമ്പോൾ എത്ര സ്ട്രക്ചർ വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും 100 ഡിഗ്രി. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ദ ബോണ്ട് ആംഗിൾ ഈസ് ഏതാണ് മാക്സിമം. ഈ 4 ഓപ്ഷനിൽ മാക്സിമം ഏതാണ് ബോണ്ട് ആംഗിൾ വരുന്ന ആർക്കാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എഴുതിയതിൽ ഹയസ്റ്റ് വന്ന ഏതാണ് 109.5 ഡിഗ്രി. അപ്പം NH4+നാണ് എന്തെന്ന് പറഞ്ഞാൽ ബോണ്ട് ആംഗിൾ ഏറ്റവും ഹൈയസ്റ്റ് അല്ലെങ്കിൽ മാക്സിമം ആയിട്ട് വരുന്നത്. 22ാമത്തെ ക്വസ്റ്റൻ ഇതാണ്, ഈ നമ്മുടെ ക്വസ്റ്റൻ ആൻസർ NH4+. അപ്പം നമ്മുടെ ക്വസ്റ്റൻ ബോണ്ട് ആംഗിൾ ഉള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ നമുക്ക് നോക്കാം, ഏതാണ് NH3 ഉണ്ട്, BF2 ഉണ്ട്, S2 ഉണ്ട്, പിന്നെ CH4 ഉണ്ട്. അപ്പം ഈ എടുക്കുന്ന കോമ്പൗണ്ട്, അതായത് നമ്മൾ നോക്കുന്നത് ഏതാണ്, H2Oയും NH3യും CH4ഉം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഹൈബ്രിഡൈസേഷൻ വരുമ്പോഴത്തേക്ക് ഏതാണ് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. പക്ഷേ ഈ H2Oയിൽ എന്തുണ്ട്, ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് ആൻസർ ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും, 104.5 ഡിഗ്രി വന്നു. NH3 നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ എന്തുണ്ട്, ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്, അപ്പോഴത്തേക്ക് ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും, 107 വന്നു. CH4 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തില്ല, ലോൺ പെയർ ഇലക്ട്രോൺ ഇല്ല, അപ്പം ബോണ്ട് ആംഗിൾ എത്ര വരും, 109. അപ്പം H2O നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എത്ര ലോൺ പെയർ ഇലക്ട്രോൺ, 2 ലോൺ പെയർ ഇലക്ട്രോണിലുണ്ട്, 104.5 ഡിഗ്രി. NH3യിൽ ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് എത്ര വന്നു, 107. CH4ൽ ലോൺ പെയറില്ല, ബോണ്ട് ആംഗിൾ എത്ര വന്നു, 109 വന്നു. ഇനി BeF2 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അത് ലീനിയർ ആണ്. അപ്പോൾ ലീനിയർ ആകുമ്പോഴത്തേക്ക് അവൻ്റെ ബോണ്ട് ആംഗിൾ എത്ര വരും, അവിടെ 180 വരും അല്ലേ. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ നമുക്ക് വരയ്ക്കുമ്പോൾ തന്നെ അറിയാം, BeF2ൻ്റെ ബോണ്ട് ആംഗിൾ എത്ര വരും, അവിടെ 180 ഡിഗ്രി നമുക്കവിടെ വന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ, അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും ബോണ്ട് ആംഗിൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തിൻ്റെ ആൻസർ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം, വിച്ച് ഹാസ് ദ ലീസ്റ്റ് ബോണ്ട് ആംഗിൾ. അപ്പം ഏറ്റവും കുറഞ്ഞ ബോണ്ട് ആംഗിൾ വരുന്ന ഏതിനായിരിക്കും, നമ്മൾ കൺസിഡർ ചെയ്യുന്ന H2O ആയിരിക്കും. H2Oയിൽ എത്ര ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, 2 ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. 2 ലോൺ പെയർ ഇലക്ട്രോൺ ആയത് കാരണം sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിലും ബോണ്ട് ആംഗിൾ 109 ആകാണ്ട് എന്തായിട്ട് മാറി, 104.5 ഡിഗ്രി ആയിട്ട് മാറി. അപ്പോൾ ഈ 22ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഓപ്ഷൻ സി ആണ് ഏതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ
23ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിൽ ഇൻ മീഥെയിൻ ബോണ്ട് ആംഗിൾ, ആ മീഥെയിൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട്, ആ മീഥെയിൻ്റെ ബോണ്ട് ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ മീഥെയിൻ എടുക്കുന്നു, അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ നമ്മൾ എന്ത് ചെയ്യും, എഴുതി കണ്ടുപിടിക്കാം. ഹൈബ്രിഡൈസേഷൻ നമുക്കറിയാം, മീഥെയിൻ കൺസിഡർ ചെയ്യുന്നതാണ് CH4 ആകുമ്പോഴത്തേക്ക് ഹൈബ്രിഡൈസേഷൻ ഏതാണ്, sp3 ആണ്. അപ്പം ഈ sp3 ഹൈബ്രിഡൈസേഷനായ മീഥെയിൻ നമ്മൾ നോക്കുകയപ്പോൾ അതിലെന്തില്ല, ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഇല്ല. അതുപോലെ sp3 ഹൈബ്രിഡൈസേഷൻ ആകുമ്പോൾ ഷേപ്പ് എന്തായി, ജോമെട്രി എന്ന് പറയുമ്പോഴത്തേക്ക് ടെട്രാഹെഡ്രൽ ജോമെട്രി അവിടെ ഫോം ചെയ്തു. അപ്പോൾ ടെട്രാഹെഡ്രൽ ജോമെട്രി ആകുമ്പോഴത്തേക്ക് അപ്പം ഹൈബ്രിഡൈസേഷൻ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഏതായിരുന്നു, sp3 ഹൈബ്രിഡൈസേഷൻ ആയിരുന്നു. അതുപോലെ എന്തില്ല, ലോൺ പെയർ ഇലക്ട്രോൺ ഇല്ല. ജോമെട്രി വന്നപ്പോഴത്തേക്ക് ടെട്രാഹെഡ്രൽ ജോമെട്രി വന്നു. അപ്പോൾ ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും, 109 ഡിഗ്രി വന്നു. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷനിൽ ഏതാണ് വരുന്നത്, സി. അപ്പോൾ നമ്മൾ മീഥെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും വരുന്നത്, 109. അപ്പം നമ്മൾ 23ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഏതാണ്, സി ആണ് നമുക്ക് വരുന്ന കറക്റ്റായ ആൻസർ എന്ന് പറയുന്നത്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിൽ among the following the molecule or ion that is linear. അപ്പം തരുന്ന 4 ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനിൽ നമുക്ക് ഏതാണ്, ഒരു മോളിക്യൂളിൽ ഏതാണ് ലീനിയറായ മോളിക്യൂൾ എന്ന് നമുക്ക് അവിടെ കണ്ടുപിടിക്കണം. അപ്പം ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ നമുക്ക് എന്ത് എഴുതി നോക്കണം, അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ നമുക്ക് എഴുതി നോക്കണം. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്, എന്താണെന്നറിയാം, എന്താണ്, ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഏതാണ്, വാലൻസ് ഇലക്ട്രോൺ ഇൻ സെൻട്രൽ ആറ്റം പ്ലസ് നമ്പർ ഓഫ് എന്താണ്, മോണോവാലൻ്റ് ആറ്റം പ്ലസ് ചാർജ് ആനയോൺ മൈനസ് ചാർജ് ഓൺ കാറ്റയോൺ. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഏതൊരു മോളിക്യൂളിന് നമ്മൾ എന്താണ് ഇലക്ട്രോൺ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കണം. ഇതുപോലെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റ് അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ എല്ലാ 4 മോളിക്യൂളിൻ്റെ നമ്മൾ എന്താണ് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഏതിനെ കണ്ടുപിടിക്കാം, SO2. അപ്പോൾ നമ്മൾ എഴുതുന്ന ഇക്വേഷൻ അനുസരിച്ച് എഴുതുന്നത് നോക്കാം. SO2 നമ്മൾ നോക്കുമ്പോൾ ഇക്വേഷൻ എന്താണ്, ഹാഫ്. ഇനി സൾഫർ നമ്മൾ നോക്കുമ്പോൾ വാലൻസ് ഇലക്ട്രോൺ എത്രയാണുള്ളത്, അപ്പോൾ 6. അപ്പോൾ ഹാഫ് ഇനി 6. ഇനി മോണോവാലൻ്റ് ആറ്റം അവിടെ ഇല്ല, ഇനി ഓക്സിജനിലുള്ളപ്പോൾ ഡൈവാലൻ്റ്, അപ്പോൾ 0. ഇനി അവന് ചാർജ് ഇല്ല, അപ്പോൾ എന്താണ്, വീണ്ടും 0, പിന്നെ മൈനസും 0. അപ്പോൾ ടോട്ടൽ നമ്മൾ നോക്കി 1/2 എന്ത് കിട്ടി, 6 ആയപ്പോൾ 3. അപ്പോൾ 3 പറഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ ഏതായിരിക്കണം, sp2 ആയിരിക്കണം. അപ്പോൾ SO2 വരുമ്പോഴത്തേക്ക് ഹൈബ്രിഡൈസേഷൻ ഏതായിരുന്നു, sp2. ഇനി CO2ൻ്റെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഹാഫ് ഇൻറ്റു, അപ്പോൾ കാർബണിൻ്റെ വാലൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 4. അവിടെ ഓക്സിജനാണുള്ളത്, അപ്പോൾ മോണോവാലൻ്റ് ഇല്ല, അപ്പോൾ 0. ഇനി എന്താണ്, ആനയോണും ഇല്ല, കാറ്റയോണും ഇല്ല, അപ്പോൾ 0 വന്ന്. അപ്പോഴത്തേക്ക് എന്താണ്, ബാക്കിയെല്ലാം 0. അപ്പോൾ 1/2 ഇൻറ്റു എന്താണ് 4 വന്നപ്പോഴത്തേക്ക് 2 വന്ന്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ അവിടെ എന്ത് വരും, 2 ആയതുകൊണ്ട് sp ഹൈബ്രിഡൈസേഷനായി. ഇനി നമുക്ക് ClO2 ഉണ്ട്. അപ്പം ClO2 മൈനസ് ആണ്. ഇനി നമുക്ക് അപ്പോൾ എഴുതി നോക്കാം ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഹാഫ് ഇൻറ്റു ക്ലോറിൻ നമ്പർ വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്, 7 പ്ലസ് മോണോവാലൻ്റ് അവിടെ ഇല്ല, കാരണം ഓക്സിജനാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്, അപ്പോൾ 0. പക്ഷേ ചാർജ് ഓൺ ആയതാണ് ആനയോൺ ഉണ്ട്. ആനയോണിൻ്റെ ചാർജ് എന്തിരിക്കുന്നതാണ്, 1 -1 ആണ്. അപ്പോഴത്തേക്കും 1. ഇനി കാറ്റയോൺ ഇല്ല, അപ്പോൾ എന്ത് വരും, 0. അപ്പം ഹാഫ് ഇൻറ്റു 7 + 0 + 1 - 0. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 4 കിട്ടി. അപ്പോൾ 4 കിട്ടുമ്പോൾ ഹൈബ്രിഡൈസേഷൻ ഏതായിരിക്കും, sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കണം. അപ്പം ഇനി NO2- നമുക്ക് നോക്കാം. NO2- നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഹാഫ് ഇൻറ്റു നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ എത്ര വരുന്നത്, 5 വരുന്നുണ്ട്. അപ്പോൾ ഹാഫ് ഇൻറ്റു 5. ഇനി അവിടെ എന്തില്ല, മോണോ ആറ്റം ഇല്ലാത്തതുകൊണ്ട് 0. പക്ഷേ അവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ആനയോൺ ആയതുകൊണ്ട് ഒരു ചാർജ് ഉള്ളതുകൊണ്ട് +1, കാറ്റയോൺ ചാർജ് ഇല്ലാത്തതുകൊണ്ട് എന്താണ് -0. അവിടെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ടോട്ടൽ എത്ര വന്നു, 3 വന്നു. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ ഏതായിട്ട് വരും, നമ്മൾ നോക്കുമ്പോഴത്തേക്ക് sp2 ഹൈബ്രിഡൈസേഷൻ. അപ്പം നമ്മൾ നോക്കി SO2ൻ്റെ ഹൈബ്രിഡൈസേഷൻ ഏതായിരുന്നു, sp2. CO2ൻ്റെ ഹൈബ്രിഡൈസേഷൻ sp. ClO2- sp3. NO2- ആകുമ്പോഴത്തേക്ക് sp2. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതായിരുന്നു, ലീനിയർ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പം CO2ൻ്റെ ഹൈബ്രിഡൈസേഷൻ ഏതാണ്, sp ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ sp ഹൈബ്രിഡൈസേഷൻ ആകുമ്പോൾ ജോമെട്രി എന്തുമായിരിക്കും, ലീനിയർ. അപ്പം കറക്റ്റ് ആൻസർ ഏതാണ്, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ 24ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ്, ഓപ്ഷൻ ബി ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമ്മൾ 25ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പം വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്പീഷീസ് ഹാസ് ലീനിയർ ഷേപ്പ്. അപ്പോൾ അവിടെയും ലീനിയർ ഷേപ്പാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം അവിടെ ഓപ്ഷൻ നമുക്ക് നോക്കുമ്പോൾ SO2 ഉണ്ട്, NO2+ ഉണ്ട്, CH4 ഉണ്ട്, NO2- ഉണ്ട്. അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഹൈബ്രിഡൈസേഷൻ നമ്മൾ എഴുതി നോക്കുമ്പോൾ ഓരോ ഓപ്ഷനും എന്താണ് ഹൈബ്രിഡൈസേഷൻ നമുക്ക് എഴുതി നോക്കുമ്പോൾ കറക്റ്റ് അവിടെ കിട്ടും. അവിടെ നമുക്ക് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ സെയിം ആയിട്ടുള്ള SO2 ഉണ്ട്,
പിന്നെ ഏതാണ് NO2 മൈനസ് ഒക്കെ ഉണ്ട്. അപ്പം SO2 അല്ല NO2 മൈനസ് അല്ല. പിന്നെ നമുക്ക് ഏതാണുള്ളത്, നമ്മളെടുക്കുന്ന NO2 പ്ലസും CH4ൻ്റെ ഹൈബ്രിഡൈസേഷൻ നമുക്ക് sp3 ആണ്. ഇനിയുള്ളത് ഏതായിരിക്കും, അപ്പോൾ NO2 പ്ലസ് ആണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ആൻസർ വരുമ്പോൾ ഏതായിരിക്കും, NO2 പ്ലസ് ആണ്. ഏതെന്ന് പറഞ്ഞാൽ sp ഹൈബ്രിഡൈസേഷൻ വരുമ്പോഴത്തേക്ക് sp ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ട് ജോമെട്രി ഏതായിരിക്കും, ലീനിയർ ആയിരിക്കും. അപ്പം നമ്മൾ 25ാം ദിവസം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആൻസർ വരുന്നത് ഏതാണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് 26ാമത്തെ ദിവസം നമുക്ക് നോക്കാം. ദ പെയർ ഓഫ് സ്പീഷീസ് ഹാവിങ് ഐഡൻറ്റിക്കൽ ഷേപ്സ് ഫോർ മോളിക്യൂൾ ഓഫ് ബോത്ത് സ്പീഷീസ്. അപ്പോഴത്തേക്ക് ഇതിൽ നമ്മൾ ഓപ്ഷനിൽ പെയറായിട്ടാണ് തന്നിരിക്കുന്നത്. അതിൽ ഏതിനാണ് ഏത് ഐഡൻറ്റിക്കൽ ഷേപ്പ് വരുന്നത് നമുക്ക് നോക്കണം. അപ്പോഴത്തേക്ക് അത് കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അറിയാം ഏതാണ്, XeF2 ഉണ്ട്, CO2 ഉണ്ട്. അപ്പം XeF2ൻ്റെയും CO2ൻ്റെയും സ്ട്രക്ചർ നമ്മൾ വരച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലീനിയർ സ്ട്രക്ചർ അവിടെ കിട്ടി. അപ്പം സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് എന്താണ് XeF2ൻ്റെയും CO2ൻ്റെയും. അപ്പം ഐഡൻറ്റിക്കൽ സ്ട്രക്ചർ വരുന്നത് ലീനിയർ സ്ട്രക്ചർ വരുമ്പോഴത്തേക്ക് ആർക്കായിരിക്കും നമ്മൾ എടുക്കുന്നത്, XeF2 ആൻഡ് CO2. ഇതാണ് നമ്മുടെ ഏതെന്ന് പറഞ്ഞ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോഴത്തേക്ക് 26ാം ക്വസ്റ്റനായ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അത്രയും. അപ്പം നമ്മൾ ടോപ്പിക്ക് നമ്മൾ 5 ആ ചാപ്റ്റർ ടോപ്പിക്ക് നമ്മൾ 4-5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 5 ടോപ്പിക്ക് വെച്ചാണ് നമ്മൾ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ഓരോ ടോപ്പിക്കിനും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കും നന്നായിട്ട് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഓരോ ഐഡിയ ആയി കിട്ടും. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. എന്നിട്ട് കിട്ടുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ എന്ത് ചെയ്യും, വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ചാപ്റ്ററിൻ്റെ എന്ത് ചെയ്യും, ഐഡിയ കിട്ടും. എത്ര ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്യുമോ അത്രയും നമുക്ക് എന്ത് ചെയ്യും, ചാപ്റ്ററിൻ്റെ ഒരു കൺസെപ്റ്റോടെ കിട്ടും. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എഴുതുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്യൂലർ സ്ട്രക്ചർ എന്ന ചാപ്റ്റർ. അപ്പം എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.